ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ഇത് ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടുവോ പൊട്ടുകയോ, അതാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ചർച്ച. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഒരു ഭയവും വേണ്ട, മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇടുക്കിയിലേക്കാണ് മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റിൻ, അദ്ദേഹം MLA ആയിരുന്നപ്പോൾ സ്വല്പം സത്യവും നീതിയും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രി ആയതിനു ശേഷം അങ്ങേർക്കും സത്യമൊന്നും അറിയില്ല. മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുക. ഞാൻ ഇന്നലെ പറയുന്നത് കേട്ടു. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ 1886 എഗ്രിമെന്റ് വെച്ച് 1895 പണി പൂർത്തീകരിച്ച് 96 എഗ്രിമെന്റ് വെച്ച് പാട്ടക്കരാറുണ്ടാക്കി തുടങ്ങിയ ഡാമാണ്. അപ്പം 130 വർഷമായി ഈ ഡാം ഇവിടെ പണി വെച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 50 വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയുസില്ലെന്ന് ശാസ്ത്രലോകം മുഴുവൻ ഉറക്കെ പ്രഖ്യാപിക്കുക. അങ്ങനെ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇറിഗേഷൻ മന്ത്രിയും പറയുന്നത് ഒരു കുഴപ്പമില്ല. നീ എന്താ മറുപടി പറയുന്നത്? ഒരു സംശയം വേണ്ട, എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റണം. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് 1300 അടി, ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്നിടത്തു നിന്ന് 1300 അടി താഴെ പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച്, എഗ്രിമെന്റില്ല, തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പില്ലേ? അതൊന്നും ഒഴുകിപ്പോയില്ലല്ലോ. എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല? തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന അഭിപ്രായം നമുക്കില്ല. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണവും, ഇതായിരിക്കണം മുദ്രാവാക്യം. കാരണം തമിഴ്നാട്ടിലെ 3 ജില്ലയല്ല 5 ജില്ലകളിലെ ജനങ്ങളുടെ കൃഷിയും കുടിവെള്ളവും ഈ വെള്ളമാണ്. അതുകൊണ്ട് വെള്ളം കൊടുത്തേ തീരൂ, തമിഴ്നാട്ടിന് വെള്ളം കൊടുത്തേ മതിയാവും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ 35 ലക്ഷത്തോളം, പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന നിലയിൽ ഒരു ഡാം പൊട്ടലുണ്ടായാൽ ആ സാഹചര്യം നിങ്ങൾ വിലയിരുത്തണം. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയാണ്. ഉടൻ ഒരു താമസം വേണ്ട, ഡാം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണം. കോടതിയിൽ പോയിരിക്കുന്ന കോടതിയുടെ കാര്യം മിണ്ടിയ ഉടനെ കേരള മുഖ്യമന്ത്രി കോടതി നടന്നു. എന്തിന് കോടതി? സുപ്രീം കോടതി എന്തിന്? ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചാൽ കോടതിയിൽ ഇടപെടലുണ്ടാവും. നമ്മുടെ കേരള സർക്കാരാണ് കോടതിയിലേക്ക് പോയത്, അതുകൊണ്ടാണ് കോടതി ഇടപെടൽ വന്നത്. ഞാൻ ചോദിക്കും, ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് ബായി എന്ന് പറഞ്ഞാണ് പിണറായി വിജയനും സ്റ്റാലിനും നടക്കുന്നത്, അല്ലേ? രണ്ടും ഒന്നാണല്ലോ. ഇന്ത്യ സഖ്യം അങ്ങനെയല്ലേ പറയുന്നത്? നേരെ രണ്ടും കൂടെ ഒരു മണിക്കൂർ കുത്തിയിരുന്ന് സംസാരിച്ചാൽ തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. രണ്ടും കൂടെ ആലോചിക്കണം, ഉടനെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സ്വത്തും സംരക്ഷിക്കണം, തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, അതിനനുസരിച്ചുള്ള തീരുമാനം ഉടൻ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യമാണ് ഞാൻ നോട്ടിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് വായിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വായിച്ചില്ലേ? ഇല്ലെങ്കിലും മനസ്സിരുത്തി വായിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡാമിൻ്റെ കാര്യം പരിശോധിക്കാൻ വേണ്ടി 5 തവണ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ, ഞാനെന്ന് പറയുമ്പം ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒന്ന് CPM-ന്റെ MP ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ആഗസ്റ്റ് KPC സെക്രട്ടറി ആഗസ്റ്റ് ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭന്മാരായ MLA-മാർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പെറ്റീഷൻ കമ്മിറ്റി, ഞാനായിരുന്നു അതിൻ്റെ ചെയർമാൻ. 3 പ്രാവശ്യം പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ഞാനായിരുന്നു. ആ കമ്മിറ്റി അടിസ്ഥാനത്തിൽ 5 പ്രാവശ്യം ഈ മുല്ലപ്പെരിയാർ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ തമിഴ്നാടുകാരൻ മറ്റൊന്ന് പോലെ ചെയ്യാവുന്ന പോലെ നമ്മുടെ ഉപദ്രവിക്കാനുള്ള പണികളെല്ലാം ചെയ്തു കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട്